അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മാലൂമ തസവുരി, മജുഹുൽ തസവുരി, അതിന് മുഅറഫാണ്, ഹുജ്ജത്താണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമ്മളൊരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആദ്യം നമ്മൾ വിഷയം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. ലഫ്ള് അതിൻ്റെ മായനയുടെ ഭാഗത്തിലേക്ക് ഏതെല്ലാം രീതിയിലൂടെ അറിയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഒരു ലഫ്ള് അതിൻ്റെ മായനയുടെ ഭാഗത്തിലേക്ക് മൂന്ന് രീതിയിലായിട്ട് അറിയിക്കും. അതാണ് മത്നിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ മൂന്ന് രീതികൾ മുത്താബഖത്ത്, തളമ്മുന്, ഇൽത്തിസാം എന്നാണ് പറയുക. ഇതിൽ നമുക്ക് തളമ്മുന് ആദ്യം ചർച്ച ചെയ്യാം, എന്നാൽ മുത്താബഖത്ത് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. തളമ്മുന് എന്നാൽ ഒരു ലഫ്ളിൻ്റെ ജുസ് അതിൻ്റെ മായനയുടെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേരാണ് തളമ്മുന്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഗുലാമു സെയ്ദിൻ. ഇവിടെ ഗുലാമ് എന്നുള്ള പദവും സെയ്ദ് എന്നുള്ള, ഇവിടെ രണ്ട് ജുസ് ഉണ്ട്, ഗുലാം എന്നുള്ള പദവും സെയ്ദ് എന്നുള്ള പദവും. അപ്പോൾ ഇവിടുത്തെ ഗുലാം എന്നുള്ള പദം കുട്ടി എന്നതിൻ്റെ മേലും, അതേപോലെ തന്നെ സെയ്ദ് എന്നുള്ള പദം സെയ്ദിൻ്റെ ദാത്തിൻ്റെ മേലും തടിയുടെ മേലും അറിയിക്കുന്നുണ്ട്. അഥവാ ലഫ്ലിൻ്റെ ജുസ് മായനയുടെ ജുസിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തളമ്മുന്. ഇനി മുത്താബഖത്ത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അറിയിക്കുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് സെയ്ദ് എന്നുള്ള പദം എടുത്തു. സെയ്ദ് എന്നുള്ള പദത്തിൻ്റെ ജുസ് ആണ് സായി, യാ, ദാല്. ഇതിൽ ഈ സായി എന്നുള്ളത് സെയ്ദിൻ്റെ കാലിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയത്തിൻ്റെ മേലിലോ, അതേപോലെ യാവും ദാലൊന്നും അറിയിക്കുന്നില്ല. അഥവാ ലഫ്ലിൻ്റെ ജുസ് മായനയുടെ ജുസിൻ്റെ മേൽ അറിയിക്കുന്നില്ല. അപ്പോൾ ഇതാണ് മുത്താബഖത്ത്. ഇനി ഇത് രണ്ടുമല്ല, ഇതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലഫ്ദ് പറഞ്ഞു, അതിനോട് ബന്ധപ്പെട്ട, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു ബൈത്ത് പറഞ്ഞു. ആ ബൈത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ബൈത്തിൻ്റെ ചുമരുമല്ല, അല്ലെന്ന് ബൈത്ത് മൊത്തം ഒന്നുമല്ല. അതിനോട് ലാസിമായി, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഒരു ഉമ്മ, ബൈത്തിനോട് ലാസിമായിട്ടുള്ളൊരു പദമാണ് ഉമ്മ. അങ്ങനെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മേലെ അങ്ങനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇൽത്തിസാം. അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് മത്തിന് നോക്കാം, എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് ഷറ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നോക്കാം. ഫസ്ലുൻ ദലാലത്തുൽ ലഫ്ളി അലാ തമാമി മാ വുദിഅ ലഹു മുതാബഖത്തുൻ വഅലാ ജുസ്ഇഹി തളമ്മുൻ വഅലൽ ഖാരിജി ഇൽത്തിസാമുൻ വലാ ബുദ്ദ ഫീഹി മിനൽ ലുസൂമി അഖ്ലൻ ഔ ഉർഫൻ വതൽസമുഹുമാ അൽ മുതാബഖത്തു വലൗ തഖദീറൻ വലാ അക്സ. എന്താണ് അർത്ഥം? ദലാലത്തുൽ ലഫ്ളി, ലഫ്ള് അറിയിക്കലാകുന്നത്, അലാ തമാമി മാ വുദിഅ ലഹു, ആ ലഫ്ള് വെക്കപ്പെട്ട മായനയുടെ തമാമിൻ്റെ മേലാണ് അറിയിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേരാണ് മുത്താബഖത്ത്. നമ്മൾ പറഞ്ഞു നേരത്തെ സെയ്ദ് എന്നുള്ളത് അതിൻ്റെ മായനയുടെ ജുസിൻ്റെ മേലെ അറിയിക്കുന്നില്ല, അതിൻ്റെ തമാമിൻ്റെ മേലാണ് അറിയിക്കുന്നത്. അപ്പോൾ അത് മുത്താബഖത്താണ്. ഇനി അല്ല വഅല ജുസ്ഇഹി, ആ ലഫ്ള് ആ മായനയുടെ ജുസ്ഇൻ്റെ മേലാണ് അറിയിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേരാണ് തളമ്മുന്. വഅല ജുസ്ഇഹി തളമ്മുൻ. വഅലൽ ഖാരിജി, ഇനി തളമ്മുനല്ല മുത്താബഖത്തും അല്ല, വലൽ ഖാരിജി പുറത്തുള്ള അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു സംഗതിയാണ് പറയുന്നത് എങ്കിൽ വലൽ ഖാരിജി, ഖാരിജിൻ്റെ മേലാണ് ലഫ്ള് അറിയിക്കലാകുന്നത്, അത് ഇൽത്തിസാമുൻ. അതാണ് എന്ത്? ഇൽത്തിസാം. വലാ ബുദ്ദ ഫീഹി, ഈ ഇൽത്തിസാമിൽ കൂടാതെ കഴിയൂല, അഥവാ അനിവാര്യമാണ്. മിനൽ ലുസൂമി, ഒരു ലുസൂം അനിവാര്യമാണ്, ഒരു ബന്ധം, എന്തെങ്കിലും ഒരു ബന്ധമാണ്. വെറുതെ നമ്മൾ ഒരു ലഫ്ള് പറഞ്ഞാണ്ട് അതിന് വേറെ എന്തെങ്കിലും ഒരു മായന അറിയിക്കാന്ന് പറഞ്ഞ പോലെ ഒരു ലാസിം, ഒരു ലുസൂമാണ്. ആ ലുസൂമ് അക്കലിനാലാവാം, ഉർഫൻ അല്ലെങ്കിൽ ഉർഫിനാലാവാം. വതൽസമുഹുമ, ഇവ രണ്ടും ലാസിമാക്കും അൽ മുതാബഖത്തു, മുതാബഖത്തിനെ. വലൗ തഖ്ദീർ, അത് തഖ്ദീറാണെങ്കിലും ശരി, എങ്ങനെയെങ്കിലും എന്താണ് അറിയിക്കണം. അതാ വതൽസമുഹുമ അൽ മുതാബഖത്തു പറഞ്ഞാൽ ഇവ രണ്ടും, ഏത് ഈ തളമ്മുന് ഇൽത്തിസാം എന്നുള്ളത് ലാസിമാക്കും അൽ മുതാബഖത്ത്, മുതാബഖത്തിന്. അഥവാ തളമ്മുന് ഇൽത്തിസാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും? മുതാബഖത്ത് ഉണ്ടാവും.
വല അക്സ് അക്സ് ഉണ്ടാവില്ല. അക്സ് പറഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ്. അഥവാ മുത്താബക്കത്ത് ഉണ്ടെങ്കിൽ തളമ്മുൻ ഇൽത്തിസാമും ഉണ്ടായിക്കോണമെന്നില്ല. ഇനി നമുക്ക് ഷറഹ്ക്ക് കടക്കാം. ഇവിടെ എന്താ അഖിലൻ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ തർക്കീബ് എന്ന് പറഞ്ഞു. അഖിൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹാലാക്കാം, ഇത് തമ്മീസാക്കാം. ഹാലക്ക് തമ്മീസാണ് ഏറ്റവും നല്ലത്. ഖൗലുഹു ദലാലത്തുൽ ലഫ്ളി. ദലാലത്തുൽ ലഫ്ളി എന്നുള്ള ഖൗലാകുന്നത് ഖദ് അലിംത, തീർച്ചയായും നീ മനസ്സിലാക്കിക്കോ, അന്ന നളറൽ മന്തിഖി ബിദ്ദാത്തി, ബിദ്ദാത്ത് മന്തിഖിന്റെ നോട്ടമാകുന്നത്, അഥവാ ബിദ്ദാത്ത് അസ്ലുദ്ദേശം, അതിന്റെ മെയിൻ ഉദ്ദേശം, മന്തിഖിന്റെ മെയിൻ ഉദ്ദേശം ഇന്നമാ ഹുവ ഫിൽ മുഅറഫി വൽ ഹുജ്ജതി, തീർച്ചയായും മുഅറഫ് ഹുജ്ജത്തിലാണ്. വഹുമ, ഇവ രണ്ടും മുഅറഫ് ഹുജ്ജത്ത് എന്നുള്ളത് മീൻ ഖബീലിൽ മആനി, മാനകളുടെ കബീലകളിൽ പെട്ടതാണ്. ലൽ അൽഫാദി, ലഫ്ലുകളുടെ കബീലയിൽ പെട്ടതല്ല. ഈ മുഅറഫ് ഹുജ്ജത്ത് എന്നുള്ളതൊക്കെ മാനയുടെ ചർച്ചയുടെ ചെയ്യുന്ന വിഷയത്തിൽ വരുന്നതാണ്, അല്ലാതെ എന്തല്ല ലഫ്ലിന്റെ ചർച്ചകളല്ല. ഇല്ലെങ്കിലും ഇല്ല അന്നഹു കമാ യതആറഫു ദിക്റുൽ ഹദ്ദി വൽ ഗായത്തി വൽ മൗദൂഇ ഫീ സദ്രി ഖുതുബിൽ മന്തിഖി, ഇല്ല എങ്കിലും അന്നഹു തീർച്ചയായും കാര്യം കമാ യതആറഫു ദിക്റുൽ ഹദ്ദി, ഹദ്ദിനെ പറയൽ പരാമർശിക്കും പോലെ, വൽ ഗായത്തി, ഗായത്തിനെ പറയൽ പരാമർശിക്കും പോലെ, വൽ മൗദൂഇ, മൗദൂഇനെ പറയൽ പരാമർശിക്കും പോലെ, ഫീ സദ്രി ഖുതുബിൽ മന്തിഖി, മന്തിഖിന്റെ കിതാബുകളുടെ തുടക്കത്തിൽ പറയും പോലെ. എന്തിനു വേണ്ടിയിട്ട്? ലിയുഫീദ ബസീറത്തുൻ ഫി ശുറൂഇ, ആ മന്തിക്കിൽ പ്രവേശിക്കുന്നതിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു ഉൾക്കാഴ്ചയെ ഫായിദപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ചർച്ചകളെല്ലാം വലിയ ചർച്ചകളാണ്. അപ്പോൾ നമുക്ക് നിർത്തിയാലോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇതിനു മുമ്പ് ഇതിന് മൗലു പറയണ്ടോ? ഈ മത്തിന് പറയുന്ന മുമ്പ് മന്തിക്കിന് മൗലു പറയണ്ടോ? നിർത്തിയാലോ? എന്നാ മനസ്സിലാവാത്തില്ലല്ലോ. അസ്സലാമു അലൈക്കും.